പൂരാടം നാളിൽ ജനിച്ചാൽ അത് ദോഷമാണോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. തീർച്ചയായും ആരെങ്കിലും പൂരാടം നാളിൽ ജനിച്ചതുകൊണ്ട് കുഞ്ഞിന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മാതാവിന് പഴി കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വളരെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായും ഈ പാദദോഷത്തെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റ് പല ഘടകങ്ങളും ഒത്തുവന്നെങ്കിൽ മാത്രമാണ്, അതും ഒരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് നോക്കിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പാദദോഷം ഉണ്ടോ എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. നക്ഷത്രത്തിൻ്റെ മുഴുവൻ സമയവും ദോഷമില്ല. അതായത് ഒരു നക്ഷത്രം 60 നാഴികയാണ് ഏകദേശം ഉണ്ടാവാറുള്ളത്. 60 നാഴികയിൽ ചിലപ്പോൾ കുറവുണ്ടായിരിക്കും, മറ്റ് ചിലപ്പോൾ കൂടുതലുണ്ടായിരിക്കും. എന്നാലും സാമാന്യ രീതിയിൽ 60 നാഴികയായി കണക്കാക്കാവുന്നതാണ്. അതായത് 24 മണിക്കൂർ ആണ് ഒരു നക്ഷത്രം ഉള്ളത്. അങ്ങനെ 24 മണിക്കൂറുള്ള ഒരു നക്ഷത്രത്തെ 4ആയി വിഭജിച്ചാൽ ഇതിന് 4 പാദങ്ങളായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഒരു പാദം 15 നാഴികയാണ് ഉള്ളത്. അത് മണിക്കൂറിൽ പറയുകയാണെങ്കിൽ 6 മണിക്കൂർ വീതമാണ് ഒരു പാദം ഉള്ളത്. ഇത് അല്പം കുറയാനും കൂടാനും സാധ്യതയുമുണ്ട്. ഇതിൽ ഓരോ പാദത്തിൽ ജനിച്ചാലും ഓരോ വ്യക്തികൾക്ക് എന്ന കണക്കിലാണ് പ്രമാണത്തിൽ ദോഷം പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 6 മണിക്കൂറാണ് ഒന്നാം പാദം അല്ലെങ്കിൽ ഒന്നാം കാൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ 6 മണിക്കൂർ രണ്ടാമത്തെ കാലാകുന്നു. മൂന്നാമത്തെ 6 മണിക്കൂർ മൂന്നാമത്തെ കാൽ. നാലാമത്തെ 6 മണിക്കൂറാണ് നാലാമത്തെ പാദം അല്ലെങ്കിൽ നാലാമത്തെ കാല് ആയി ഈ ഓരോ നക്ഷത്രത്തിന് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഓരോ കാലിലും മുഴുവൻ സമയവും ദോഷ സമയമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. അതായത് ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ച ആദ്യത്തെ 6 മണിക്കൂറിൽ ജനിച്ച ഒരു കുട്ടിക്ക് ആ 6 മണിക്കൂറും ദോഷ സമയമായി കണക്കാക്കാൻ പറ്റുന്നതല്ല. ആദ്യത്തെ 6 മണിക്കൂറിൻ്റെ ആദ്യത്തെ 1.5 മണിക്കൂർ, അതായത് ആദ്യത്തെ 3.25 നാഴികയാണ് ദോഷ സമയമായി പരിഗണിക്കുന്നത്. ഇതിൽ ഓരോ സമയത്തും ജനിക്കുന്ന, അതായത് ഓരോ പാദത്തിലെ ദോഷ സമയത്ത് ജനിക്കുന്ന കുട്ടിക്ക് ഓരോ പാദത്തിന് അടിസ്ഥാനമാക്കി ദോഷം ആർക്കൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തെ പാദത്തിലെ ദോഷം മാതാവിനാണ്. രണ്ടാം പാദദോഷം പിതാവിന്. മൂന്നാമത്തെ പാദത്തിലെ ദോഷം അമ്മാവിനായിട്ടാണ് കണക്കാക്കുന്നത്. നാലാം പാദദോഷം ജാതകന് തന്നെ എന്നാണ് പ്രമാണത്തിൽ പറയുന്നത്. എന്നാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജനിച്ച ദിവസം, ജനിച്ച സമയത്തെ തിഥി, നക്ഷത്രബലം, ശുഭനക്ഷത്രങ്ങളുമായുള്ള യോഗം എന്നിങ്ങനെ പലതും നോക്കിയെങ്കിൽ മാത്രമേ ഈ ദോഷം ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. നക്ഷത്രം തുടങ്ങി ആദ്യ 1.5 മണിക്കൂർ, അതായത് ഒന്നാം കാലിലെ ആദ്യത്തെ 1.5 മണിക്കൂറാണ് ദോഷസമയം എന്ന് പറഞ്ഞുവല്ലോ. അതായത് 24 മണിക്കൂർ ഉള്ള ഒരു നക്ഷത്രത്തിൻ്റെ തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂർ 3.25 നാഴികയിൽ ജനിക്കുന്നവർക്ക് മാത്രമാണ് ഈ ദോഷം അനുഭവത്തിൽ വരിക. രണ്ടാമത്തെ കാലിലെ ദോഷം, അതായത് രണ്ടാം പാദത്തിലെ നക്ഷത്രദോഷം തുടങ്ങുന്നത് രണ്ടാം പാദം തുടങ്ങി ആദ്യത്തെ 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നത്തെ 1.5 മണിക്കൂറിലാണ്. അതായത് നക്ഷത്രം തുടങ്ങി 6ഉം 1.5യും 7.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള 1.5 മണിക്കൂറാണ് രണ്ടാം പാദത്തിലെ നക്ഷത്രദോഷം ഉണ്ടാകുന്നത്. അതായത് 7.5 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയാണ് രണ്ടാം പാദത്തിലെ നക്ഷത്ര ദോഷമായി കണക്കാക്കാവുന്നത്. മൂന്നാമത്തെ പാദത്തിലെ നക്ഷത്രദോഷം മൂന്നാമത്തെ കാൽ കഴിഞ്ഞ്, അതായത് മൂന്നാമത്തെ നക്ഷത്രപാദത്തിലെ 1.5യും 1.5യും കഴിഞ്ഞ്, അതായത് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന 1.5 മണിക്കൂറിലാണ് നക്ഷത്രദോഷം ഉള്ളത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യത്തെ
പാദമായ 6 മണിക്കൂറും രണ്ടാമത്തെ പാദമായ 6 മണിക്കൂറും അങ്ങനെ 12 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ, അതായത് 3 മണിക്കൂർ, അങ്ങനെ ആകെ 15 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന 1.5 മണിക്കൂറിലാണ് ഈ നക്ഷത്രദോഷം ബാധിക്കുന്നത്. 24 മണിക്കൂർ ഉള്ള നക്ഷത്രത്തിൽ 15 മണിക്കൂർ മുതൽ 16.5 മണിക്കൂർ വരെയാണ് 3-ാം പാദത്തിലെ നക്ഷത്രദോഷം കണക്കാക്കുന്നത്. 4-ാം പാദത്തിലെ നക്ഷത്രദോഷം ആ നക്ഷത്രം തുടങ്ങി അവസാനത്തെ 1.5 മണിക്കൂർ ആണ്. അതായത് 4-ാം പാദത്തിലെ അവസാനത്തെ 1.5 മണിക്കൂർ ആണ് 4-ാം പാദ ദോഷമായി കണക്കാക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 24 മണിക്കൂർ ഉള്ള ഒരു നക്ഷത്രത്തിന് 22.5 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ ജനിക്കുന്ന ഒരു കുട്ടിക്കാണ് 4-ാം പാദത്തിലെ നക്ഷത്രദോഷം ഉണ്ടാവുക. ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രം നക്ഷത്രദോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജനിക്കുന്നത് ശനിയാഴ്ച ദിവസവും ധനു ലഗ്നവും ചതുർത്ഥി, ചതുർദശി, നവമി ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിഥിയായും വരികയും വേണം. ദോഷ സമയത്ത് ജനിക്കുകയും ആഴ്ചയും തിഥിയും പിന്നെ കൂറും ഒക്കെ ഒത്തുവരികയും ചെയ്താലും ഈ ദോഷം ബാധിക്കുന്നു എന്ന് നമുക്ക് ഒറ്റയടിക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല. എല്ലാറ്റിനും പുറമെ ഈ ദോഷം ബാധിക്കുന്ന വ്യക്തി, അതായത് അച്ഛനായാലും അമ്മാവനായാലും മാതാവായാലും ഇനി കുട്ടി തന്നെ ആയാലും ആ വ്യക്തിക്ക് ആ സമയത്ത് ദോഷമുണ്ടോ എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട്. അവരുടെ ജാതകം പരിശോധിച്ച് ആ സമയത്ത് ആ വ്യക്തികൾക്ക് ദോഷ സമയമാണോ എന്ന് പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ ദോഷം അവരെ ബാധിക്കുന്നുള്ളൂ എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരു ജ്യോതിഷ പണ്ഡിതനെ കൊണ്ട് പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ പാദദോഷം ഉണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയൂ. ഇനി പാദദോഷം ഉണ്ടെങ്കിൽ തന്നെ അതിനും ഭയപ്പെടേണ്ട കാര്യമില്ല, അതിനും പ്രതിവിധി ചെയ്യാവുന്നതാണ്.